ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് രണ്ട് തരത്തിലുള്ള പലഹാരമാണ് ഉണ്ടാക്കുന്നത്. ഒന്ന് മുരിങ്ങയില വെച്ചിട്ടുള്ളതും മറ്റത് കുറേ പച്ചക്കറി ഇട്ടിട്ട് ഉണ്ടാക്കുന്നതായ രണ്ട് തരത്തിലുള്ള പലഹാരം. ഇത് ബ്രേക്ക്ഫാസ്റ്റായും ഡിന്നറായിട്ടും കഴിക്കാം. ഇനി വീഡിയോയിലോട്ട് പോകാം. രണ്ട് തരത്തിലുള്ള പലഹാരത്തിന് വേണ്ടിയിട്ട് ഒരേ തരം ദോശമാവാണ് എടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് 1.5 കപ്പ് ബസുമതി റൈസ് ഇടാം. പിന്നെ 3/4 കപ്പ് ഉഴുന്ന് പരിപ്പ് ചേർക്കാം. ഒരു 1/2 ടീസ്പൂണ് ഉലുവയും ചേർക്കാം. ഇത് നന്നായിട്ട് ഒരു 6 മണിക്കൂർ സോക്ക് ചെയ്യാനായിട്ട് വെക്കാം. ഇത് നന്നായി പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. മുരിങ്ങയില നന്നായി കഴുകിയെടുക്കാം. മുരിങ്ങയില ഇട്ടിട്ടുള്ള ദോശ ഉണ്ടാക്കാം. ആദ്യം തന്നെ മുരിങ്ങയില നന്നായി കഴുകി വൃത്തിയാക്കി എടുക്കാം. അതിൻ്റെ ഉള്ളിലെ ചെറിയ ഇതൊന്നും കുഴപ്പമൊന്നുമില്ല. അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കാം. ഒരു പിടി മുരിങ്ങയിലയാണ് എടുത്തിരിക്കുന്നത്. ഇത് ചെറിയ പീസായിട്ട് നന്നായിട്ട് മുറിച്ചെടുക്കാം. എന്നാൽ ചെറുതായിട്ട് അരിയണമെന്നൊന്നുമില്ല. ജസ്റ്റ് ഒരു ചെറിയ വലിയ പീസിന് പകരം ഒരു ചെറുങ്ങനെ ഒന്ന് അരിഞ്ഞെടുത്താൽ മാത്രം മതി. എനിക്ക് ഒരു പൊടി മാത്രമേ എടുത്തിട്ടുള്ളൂ. അരച്ചെടുത്ത മാവ് 2 ഭാഗമായിട്ട് മാറ്റാം. അതിൽ ഒന്നിൽ മുരിങ്ങയില ചേർക്കാം. ഇനി ഇതിലേക്ക് ചെറിയൊരു സവാള, അതുപോലെ തന്നെ ചെറിയ ഒരു പീസ് ഇഞ്ചി ചെറുതായി മുറിച്ചതും കൂടി ചേർക്കാം. മഞ്ഞൾ പൊടി ചേർക്കാം. എരിവിന് വേണ്ടി മുളക് പൊടി ചേർക്കുക. എല്ലാം വളരെ കുറച്ച് മാത്രമേ ചേർക്കുന്നുള്ളൂ. ഉപ്പും ചേർക്കാം. ദോശമാവ് അരക്കുന്ന സമയത്ത് ഉപ്പ് ചേർത്തിട്ടില്ല, അല്ലാതെയാണ് ഉപ്പ് ചേർത്ത്. പിന്നെ കുറച്ച് കായപ്പൊടി ചേർക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. നല്ല ഹെൽത്തി ആയിട്ടുള്ളതാണ് ഈ ഒരു ദോശ. ഇഡ്ഡലി, ദോശ, സാധാ നോർമൽ ദോശയൊക്കെ തിന്ന് മടുക്കുമ്പോൾ ഇതുപോലെ വെറൈറ്റി ആയിട്ടുള്ള ദോശ ഉണ്ടാക്കാം. ഇനി ഇത് ചുട്ടെടുക്കാം. കുറച്ച് നെയ്യൊന്ന് സ്പ്രെഡാക്കാം. നെയ്യോ അല്ല അവരവരെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള എന്ത് ഓയിൽ ഉണ്ടെങ്കിലും ചേർക്കാം. ഇനി മുരിങ്ങയില ദോശ ചുട്ടെടുക്കാം. ചെറുതായിട്ടാണ് ചുട്ടെടുക്കുന്നത്, കൂടുതൽ വലുതായിട്ടല്ല ചുട്ടെടുക്കുന്നത്. ഇനി ഒന്ന് കവർ ചെയ്യാം. ഇനി ഇത് മറ്റേ ഭാഗവും ചുട്ടെടുക്കാം. ദോശ റെഡി ആയിട്ടുണ്ട്. ഇതിന് മാറ്റി വെക്കാം. നല്ല ഹെൽത്തി ആയിട്ടുള്ള മുരിങ്ങയില ദോശ. ബാക്കിയുള്ളതും ചുട്ടെടുക്കുക. കുറച്ച് നെയ്യ് ഒഴിക്കുക. മറ്റേ ഭാഗവും ഫ്ലിപ്പ് ചെയ്തെടുക്കുക. നല്ല ഹെൽത്തിയായ ദോശ റെഡി. മുരിങ്ങയില ഇഷ്ടം പോലെ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവും. ഇതുപോലെ ഹെൽത്തി ആയിട്ടുള്ള മുരിങ്ങയില ദോശയും ഉണ്ടാക്കാം. ബാക്കിയുള്ളതും ഇതുപോലെ ചുട്ടെടുക്കാം. ദോശ ചുട്ടെടുക്കുമ്പോൾ ഒപ്പം ചെറുതായിട്ട് ചൂടുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ മറ്റേ ഭാഗം ചുട്ടെടുക്കുമ്പോൾ ഇത് പൊട്ടിപ്പോകും. മുരിങ്ങയില ദോശ നല്ല ടേസ്റ്റി ആയിട്ടുള്ളതാണ് ഈ ഒരു ദോശ. നന്നായിട്ട് പൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി അഥവാ ഗീ ഇഷ്ടമില്ലെങ്കിൽ നല്ലെണ്ണയോ കോക്കനട്ട് ഓയിലോ ഏത് വേണ്ടെങ്കിലും ഉപയോഗിക്കാം. നല്ല ഹെൽത്തി ആയിട്ടുള്ളതാണ്. ഒരുവിധം എല്ലാവർക്കും ഇതായി ഇഷ്ടപ്പെടും. പച്ചക്കറി കഴിക്കാത്ത കുട്ടികളുണ്ടെങ്കിൽ അവർക്കും ഇഷ്ടമാവും. നല്ലൊരു കോമ്പിനേഷനാണ്. ഈ ഒരു ചട്ടിയും കൂടി കഴിക്കുമ്പോൾ നല്ലൊരു കോമ്പിനേഷനായിട്ട് കഴിക്കും. ഇനി രണ്ടാമത് ഉണ്ടാക്കുന്നത് കുറേ പച്ചക്കറിയൊക്കെ ഇട്ടിട്ടുള്ള ദോശയാണ് ഉണ്ടാക്കുന്നത്. നല്ല സോഫ്റ്റുമാണ്, തിന്നാനും നല്ലൊരു ടേസ്റ്റുമാണ് ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റിന് ഉള്ളത്. ഇനി റെസിപ്പിയിലോട്ട് പോവാം. രണ്ട് ഭാഗമായി മാറ്റിയിട്ടുള്ള മറ്റേ ദോശമാവിലേക്ക് കാബേജ് ഇടാം. ചെറുതായി അരിഞ്ഞിട്ടുള്ള ക്യാപ്സിക്കം ചേർക്കാം. സവാള ചേർക്കാം. ഗ്രേറ്റ് ചെയ്തിട്ടുള്ള ക്യാരറ്റ് ചേർക്കാം. ചെറിയൊരു പീസ് ഇഞ്ചിയും
മല്ലിയില ചെറുതായി അരിഞ്ഞതും ചേർക്കാം. വളരെ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കാം, കുറച്ച് മുളക് പൊടി ചേർക്കാം, കുറച്ച് കായപ്പൊടി ചേർക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇതിലേക്ക് വളരെ കുറച്ച് വെള്ളവും ചേർത്ത് യോജിപ്പിച്ചെടുക്കാം. നമുക്ക് റൊട്ടി പോലെ ചുട്ടെടുക്കുന്ന തരത്തിലുള്ള ആ പാകമാണ് വേണ്ടത്. ഇത് കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. എപ്പോഴും ദോശ ഇഡ്ഡലിയൊക്കെ തിന്ന് മടുക്കുമ്പോൾ ഇതുപോലെ പച്ചക്കറി കഴിക്കാൻ മടിയുള്ള കുട്ടികളാണെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർ കഴിക്കുകയും ചെയ്യും. പാൻ ചൂടായിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഗീ ചേർക്കാം. ഇതൊരു തവ ഒഴിക്കാം. ചെറുതായിട്ടാണ് ഇത് ചുട്ടെടുക്കുന്നത്. ഇതിൻ്റെ മുകളിൽ കുറച്ച് എണ്ണ ഒഴിക്കാം. മറ്റേ ഭാഗവും ചുട്ടെടുക്കും. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടും ഒക്കെ കഴിക്കാം. രണ്ട് ഭാഗവും നന്നായി മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിനി മാറ്റി വെക്കാം. ഇനി ബാക്കിയുള്ളത് ഇതുപോലെ ചുട്ടെടുക്കാം. ഇനി ഒരു ചമ്മന്തി ഉണ്ടാക്കാം. അതിലേക്ക് തേങ്ങ എടുത്തിട്ടുണ്ട്. ചെറിയ ഉള്ളി ചേർക്കാം, പച്ചമുളക് ചേർക്കാം, ഇഞ്ചി ചെറിയ പീസ് ചേർക്കാം, കുറച്ച് മല്ലിയിലയും ചേർക്കാം, ആവശ്യത്തിന് ഉപ്പും ചേർക്കുക. ഇത് ജസ്റ്റ് ഒന്ന് അരച്ചെടുക്കാം. ചൂടോടെ വെറൈറ്റി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെഡി. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. ഇതുപോലെയെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞാൽ ദോശയുടെ ആ ഒരു ടേസ്റ്റും മാറും. നല്ല ചൂട് ചായയും ഒരു ബ്രേക്ക്ഫാസ്റ്റും കഴിക്കാൻ നല്ലൊരു ടേസ്റ്റാണ്. 1.5 ഗ്ലാസ് അരിക്ക് തന്നെ 3/4 കപ്പ് ഉഴുന്നെടുത്തിട്ടുണ്ടായിരുന്നു. ടോട്ടലി ഒരു 14 ദോശയാണ് എനിക്ക് ആകെ കിട്ടിയിരിക്കുന്നത്. അതിൽ 7 വെജിറ്റബിൾ ദോശയും 7 മുരിങ്ങയില ദോശയും. വീട്ടിലെ ആൾക്കാർക്കനുസരിച്ച് മാവ് കൂട്ടുകയും കുറക്കുകയും ഒക്കെ ചെയ്യാം. ഈ 2 തരത്തിലുള്ള ദോശ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇനി പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.